നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ പറയാൻ പോകുന്നത്, പരിചയപ്പെടുത്തുന്നത് പഞ്ചഭൂത മഹാധ്യാനം. പഞ്ചഭൂതങ്ങൾ ശരീരത്തിന് വളരെ അത്യാവശ്യമായതാണ്. കാരണം ഒരു ശരീരം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പ്രകൃതിയോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അണ്ടത്തിൽ എന്തുണ്ടോ അത് പിണ്ടത്തിലുമുണ്ട് എന്ന് പറയും. പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അത് നമ്മുടെ ശരീരത്തിനകത്തും അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പഞ്ചഭൂത വിഹിതാചാരത്തിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇരിക്കുന്നത്. ഐന്തു ഭൂതത്താൽ അഖിലം പടൈത്തേൻ എന്നാണ്. എല്ലാത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് 5 ഭൂതങ്ങളെ കൊണ്ട്. ഈ 5 ഭൂതങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് അതിന്റെ എനർജിയെ കറക്റ്റാവണ്ണം സ്വീകരിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 5 ഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതാണ് പഞ്ചഭൂതങ്ങൾ. അപ്പൊ നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് മേപ്പോട്ട് ചിന്തിക്കുന്നു. ചിലർ പറയും മുകളിൽ നിന്ന് താഴോട്ട്, ആകാശത്തെയും താഴോട്ട് വരും. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 1.25 ഭൂമി, 1.5 ജലം, 1 അഗ്നി, 3/4 വായു, 1/4 ആകാശം. ഇങ്ങനെയാ എന്റെ കണക്കിരിക്കുന്നത്. വേറെയും രീതിക്ക് കണക്ക് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ 5 ഭൂതങ്ങൾ എന്തിനാ നമ്മൾ ധ്യാനം ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ 5 ഭൂതങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ 5 ഭൂതങ്ങളും, ഇനി അടുത്തൊരു സംഭവമുണ്ട്, 9 ഗ്രഹങ്ങളും അത് ഇവരുമായിട്ട് കണക്റ്റഡാണ്. ഈ 5 ഭൂതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ കറക്റ്റാവണ്ണം ഉപയോഗിച്ചാൽ മാത്രമേ അതിന്റെ പ്രവർത്തനവും നേരെയാകും. അപ്പൊ അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ വിഹിതാചാരത്തിൽ സ്വീകരിക്കാൻ ഈ ഒരു മെത്തേഡ് നമ്മുടെ ബോഡിക്ക് എങ്ങനെയാ സ്വീകരിക്കുക, പഞ്ചീകരണം എന്ന് പറയും. അതേ മെത്തേഡിൽ നിങ്ങൾ സ്വീകരിച്ചാൽ, സ്വീകരിച്ച് നിങ്ങൾ സ്റ്റോർ ചെയ്താൽ, ആ എനർജിയെ നിങ്ങൾ സംരക്ഷിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിജയം ഉണ്ടാകും. അതായത് എന്തെന്ന് പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന ശരീരത്തോടു കൂടി ഈ ശരീരത്തെ കറക്റ്റായിട്ട് സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ജലപ്രളയമാ എല്ലാം നശിക്കുന്നത്. അതുകൊണ്ടാ ലോകം നശിക്കുന്നത് പ്രളയത്തിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലും കഫം എന്ന് പറയുന്ന ജലം ഉരുക്കപ്പെടും. അതായത് മണ്ഡലത്തിലിരിക്കുന്ന, ആകാശമണ്ഡലത്തിലാണ് കൈലാസപാതപർവ്വതം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉരുക്ക് വരുമ്പോ അതെന്ത് ചെയ്യും? ഒഴുകിപ്പോകും. ഒഴുകിക്കഴിഞ്ഞാൽ കഫം വർദ്ധിച്ച് എല്ലാം കട്ട പിടിച്ച് ഫ്രീസായിട്ട് നമ്മൾ മരിക്കാനുള്ള, ഈ ശരീരം നശിക്കാനുള്ള ഇടവരും. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ 5 ഭൂതങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യണം, അതിന്റെ എനർജി എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. കാരണം 5 ഭൂതം അറിந்தாൽ അനിത്തം പോകും എന്ന് പറയും. അതൊരു ശരിക്കും പറഞ്ഞാൽ മരണം പോലും ഉണ്ടാകില്ല എന്നാ പറയുന്നത്. ഒരു അനിഷ്ടങ്ങളും നമുക്ക് ഉണ്ടാകാതെ ഇരിക്കും. അപ്പൊ 5 ഭൂതങ്ങളെ നമുക്ക് ശാന്തമായിരുന്നു കൊണ്ട് ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഉള്ളിൽ 5 ഭൂതങ്ങളുണ്ട്. 5 ഭൂതങ്ങളും കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊരു ശ്വാസത്തെ എടുത്തുകൊണ്ട് പുരുകമധ്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് 5 ഇന്ദ്രിയങ്ങളും ക്ലോസ് ചെയ്യുന്നു എന്ന് കണക്ക് കൂട്ടി, 5 ഇന്ദ്രിയങ്ങളും അടയ്ക്കുന്നു എന്ന് ചിന്തിച്ചും കൊണ്ട്, 5 ഭൂതങ്ങളെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട്, 5 വിരലുകളിലൂടെ 5 ഭൂതങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുപോയി പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശാന്തമായി ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സ് വളരെയധികം കാമാകുന്നതായിട്ട് അറിയാൻ പറ്റും. ഒരു ഉണർവ് ഉണ്ടായിരിക്കും. ബോഡിയിലൊരു ഒരു ഗൂസ് ബംസ് എന്ന് പറയും, നമുക്ക് കോരിത്തരിപ്പ് ഉണ്ടാകുന്ന അനുഭവപ്പെടും. അങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നെങ്കിൽ അവരെനിക്ക് കമന്റ് ചെയ്യുക. അത് നിങ്ങളുടെ നമ്പർ ഇട്ടുക, ഞാൻ അവരെ എന്നെ വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. എന്തായാലും ഇത് ഒരു വലിയൊരു ധ്യാനമുറയാണ്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരവുമുണ്ട്. ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിൽ നിന്നേ പഠിക്കാവൂ. ഗുരുവില്ലാതെ ഈ വിദ്യ ഡീപ്പായിട്ട് പഠിക്കരുത്. കാരണം ഈ ചക്രങ്ങളെയൊക്കെ ഉണർത്തി ചെയ്യുന്ന ഒരു ഡീപ്പ് ക്രിയ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഗുരുവിന്റെ സഹായമില്ലാതെ ഒരിക്കലും നിങ്ങൾ മുമ്പോട്ട് പോകരുത്. എന്തായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, അതുപോലെ എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകർക്കും, എന്നെ ആരാധിക്കുന്ന പ്രേക്ഷകർക്കും ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പെട്ടവനുമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ആത്മനമസ്കാരം അറിയിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയിലേക്ക് കാണും വരെ നമസ്തേ.